വഴിവിട്ട ജീവിതങ്ങൾ പലപ്പോഴും വലിയ ദുരന്തത്തിലാകും കലാശിക്കുക. താൽക്കാലികമായ സുഖത്തിനു വേണ്ടി ഇത്തരം ബന്ധങ്ങൾ തേടി പോകുന്നവരുടെ ജീവിതത്തിൻ്റെ കഥയാണിത്. പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയായ സന്ദീപിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അതായത് 2 മക്കളുള്ള വിവാഹിതയായ ഒരു യുവതിയുമായി സന്ദീപ് സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ആ യുവതിയുടെ ബന്ധുക്കൾ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്നു. ഒടുവിൽ സന്ദീപിൻ്റെ ദുരൂഹ മരണവും. പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിൻ്റെ മരണത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സന്ദീപിൻ്റെ പെൺസുഹൃത്തിൻ്റെ ബന്ധുക്കളാണ് കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സന്ദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കസ്റ്റഡിയിലെടുത്തവരെ ചിറ്റാർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ ഒരു മരണത്തിന് പിന്നാലെ, സന്ദീപ് എന്ന യുവാവിൻ്റെ മരണത്തിന് പിന്നാലെയാണ് ഇത്തരം ഒരു വഴിവിട്ട ബന്ധത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ഒരു പെൺസുഹൃത്തിൻ്റെ പിതാവടക്കമുള്ളവരാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ്? കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ടോം, തീർച്ചയായും ഇതൊരു കൊലപാതകമാണെന്നുള്ള പരാതിയാണ് കുടുംബത്തിനുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് സന്ദീപിനെ വീടിന് സമീപത്തുള്ള ആളൊഴിഞ്ഞൊരു വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുഴിയിൽ അവശ നിലയിൽ സന്ദീപിന്റെ പിതാവും സഹോദരനും കണ്ടെത്തുന്നത്. ഉടൻ തന്നെ നാട്ടുകാരൻ അതുപോലെ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും നാട്ടുകാരെത്തുകയും സന്ദീപിനെ അവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും അവശ നിലയിലായ സന്ദീപ് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ദേഹത്തും സന്ദീപിന്റെ ദേഹത്തും നെറ്റിയിലും വയറിലും ഒക്കെ മുറിവുകളും ചെറിയ പാടുകളും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു കൊലപാതകമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പ്രധാനമായും ആരോപിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ സന്ദീപിന് അവിടെ തൊട്ടടുത്ത ഒരു യുവതിയുമായി ബന്ധപ്പെട്ട്, അതായത് വീട്ടമ്മയാണ്, 2 കുട്ടികളും ഉണ്ട്, അവരുമായി സന്ദീപിന് അടുപ്പമുണ്ടായിരുന്നു. അവർ സന്ദീപിനെ കൊലപ്പെടുത്തിയാകാമെന്നൊരു നിഗമനത്തിലാണ് ഈ സന്ദീപിന്റെ വീട്ടുകാരുള്ളത്. അതിന് പ്രധാനമായും പറയാനുള്ള കാരണം ഈ യുവതിയുടെ ബന്ധുക്കൾ ഈ സന്ദീപിനെ കണ്ട ദിവസം ഇന്നലെ രാത്രിയിൽ ആ സ്ഥലത്ത് സന്ദീപ് വീണ കുഴിയുടെ ഭാഗത്ത് അവരുടെ ബന്ധുക്കൾ വന്നതായുള്ള ചില CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായും ഈ യുവതിയുടെ ബന്ധുക്കൾ തന്നെ ഈ സന്ദീപിനെ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു പരാതിയുമായി കുടുംബം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കൊലപാതകമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വീട്ടുകാർ പറയുന്നത്. അതേസമയം പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ പിതാവിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് വരുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. കാരണം രാത്രിയിൽ ഈ സന്ദീപ് ഈ വീണ കുഴിയുടെ ഭാഗത്ത് തന്നെ ഒരു കുഴിയുടെ ഭാഗത്താണ് സന്ദീപ് വീണത്. അവിടെ ഒരു വാഹനത്തിൽ നാടൻ തോക്കുമായി ഈ യുവതിയുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഈ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ അവിടെ എത്തി സന്ദീപിനെ മർദ്ദിച്ചതാകാം ഈ മരണകാരണം എന്നൊരു കാര്യം കൂടി പോലീസുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെയും പോലീസ്, സന്ദീപിന്റെ പെൺസുഹൃത്തിന്റെ പിതാവ്, 2 സുഹൃത്തുക്കൾ, ഈ 3 പേരെയും പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഈ വാഹനത്തിൽ നിന്നും നാടൻ തോക്കും എടുത്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കൊലപാതകമാണോ എന്ന് തെളിയിക്കുന്നതിന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലീസ് സാഹചര്യത്തിലാണ് ഈ പരിശോധന പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു നിഗമനത്തിലെത്തുക, അതായത് കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലേക്ക് എത്തുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതികൾ, ഈ 3 പേരെയും കസ്റ്റഡിയെടുത്ത പ്രതികളിൽ നിന്നും നാടൻ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നായാട്ടിന് വേണ്ടി ഉള്ള സംഘമാണ് ഇവരെന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ആംസ് ആക്ട് പ്രകാരമാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും പുറത്തു വരുന്നത് കൂടി കൊലപാതകം തെളിഞ്ഞാൽ പ്രതി ചേർക്കാനുള്ള തീരുമാനമാണ് ചിറ്റാർ പോലീസ് എടുത്തിട്ടുള്ളത്. നിലവിൽ ഇവര് വർഷങ്ങളായി നേരത്തെയും ചില പരിചയങ്ങളുടെ ഇവരടുത്ത് ഇടപഴകുന്ന യുവതി, ഈ അടുപ്പത്തിലായിരുന്ന യുവതിയെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് സന്ദീപ് അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ സന്ദീപിനെ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. അതായത് ഈ 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള യുവതിയുമായി സന്ദീപ് അടുപ്പത്തിലായിരുന്നു. ഇത് സ്വാഭാവികമായും ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാകാം. അത്തരമൊരു മർദ്ദനം സന്ദീപിനെ ഏറ്റുകാണുമോ? മാത്രമല്ല, ഈ കസ്റ്റഡിയിലെടുത്തവരിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്? ഈ ഒരുപക്ഷെ അങ്ങനെ മകളെ വീട്ടിൽ നിന്നും 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഒരു യുവതിയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ബന്ധുക്കൾ അതിനോട് പ്രതികരിക്കാം, പ്രതിരോധിക്കാം. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ അവിടെ സംഭവിച്ചിരിക്കുമോ?
ടോം, ചിലപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത. കാരണം ഇന്നലെ വൈകിട്ട് 7 മണിക്ക് സന്ദീപ് വീട്ടിൽ നിന്ന് പോകുന്നത് യുവതിയെ വിളിച്ചുകൊണ്ടുവരുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് പുറത്തു പോകുന്നത്. അതിനുശേഷമാണ് ഈ സന്ദീപിനെ വീടിന് തൊട്ടടുത്ത ആളൊഴിഞ്ഞ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുഴിയിൽ സന്ദീപിനെ അവശ നിലയിൽ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ സന്ദീപിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടാവാം. ആ തരത്തിലാണ് സന്ദീപ് കൊല്ലപ്പെട്ടതെന്നുള്ള തീരുമാനത്തിലാണ് സന്ദീപിന്റെ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നലെ വൈകിട്ട് വീട്ടുകാരോട് ഈ യുവതിയെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സന്ദീപ് ഇവിടെ നിന്ന് പോകുന്നത്. അത്തരത്തിൽ അവർ അപായപ്പെടുത്തി, അതേ മർദ്ദിച്ച് സന്ദീപിനെ കൊലപ്പെടുത്തി ആ വീടിന്റെ സമീപം കൊണ്ടിട്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ സന്ദീപിന്റെ പിതാവും കുടുംബവും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അത്ര സൂചന പോലീസ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ചില ബന്ധുക്കൾ, ഈ സന്ദീപിന്റെ ഈ യുവതിയുടെ ബന്ധുക്കൾ അവിടെ വന്നിട്ട് പോയതായും ഒരു വാഹനം അവിടെ കിടക്കുന്നതായും CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. അതുകൊണ്ടാണ് സന്ദീപിന്റെ യുവതിയുമായി അടുപ്പമുള്ള യുവതിയുടെ അച്ഛനെയും 2 സുഹൃത്തുക്കളെ പോലീസ് ആ വാഹനവും കസ്റ്റഡിയെടുത്തത്. ആ വാഹനം പരിശോധിച്ചപ്പോഴാണ് ഈ വാഹനത്തിന് ഒരു നാടൻ തോക്ക് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സന്ദീപിനെ ആ യുവതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നുള്ള നിഗമനം തന്നെയാണ് പോലീസിന് ഉള്ളത്. പോലീസ് അത്തരത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്, 3 പേരെയും ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷേ അതിന് ആത്യന്തികമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഇത് കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നാടൻ തോക്ക് ഈ വാഹനത്തിൽ കണ്ട പശ്ചാത്തലത്തിൽ ആംസ് ആക്ട് പ്രകാരം മാത്രമാണ് ചിറ്റാർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ ആ കൊലപാതക കുറ്റം കൂടി ചുമത്തി പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. അത്തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്തൽ വരികയാണ്. പ്രതികളോട് ഇത് മർദ്ദനമാണ്, അതായത് അവിടെ വെച്ചൊരു ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി കാണാം. അങ്ങനെ ഒരു ക്രൂരമായി ഏറ്റ മർദ്ദനമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ടോം, തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൂ. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മർദ്ദനമേറ്റുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കും. അതാണോ മരണകാരണം, അതല്ല ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. പ്രതികളിൽ നിന്ന് മൊഴികൾ ശേഖരിക്കുന്നുണ്ടോ, സന്ദീപിനെ മർദ്ദിച്ചിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയാൽ ഒരുപക്ഷെ മർദ്ദനത്തിലാണ് സന്ദീപ് കൊല്ലപ്പെട്ടെന്ന് കണ്ടെത്തിയാൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. നിലവിലത്തെ സാഹചര്യത്തിൽ ആ പ്രതികൾ അവിടെ വന്ന വാഹനം എടുത്തിട്ടുണ്ട്. ഒപ്പം ആ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ തോക്ക് കൂടി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ആംസ് ആക്ട് നായാട്ട് സംഘം നായാട്ടിന് പോയിട്ടുള്ളവരാണിത്, അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട് എന്നുള്ള കണ്ടെത്തിക്കൊണ്ടാണ് ആംസ് ആക്ട് പ്രകാരം കേസ് പ്രാഥമിക ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ സന്ദീപിനെ ഇവർ മർദ്ദിച്ചിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കണമെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം. ലഭിച്ചെങ്കിൽ മാത്രമേ സന്ദീപിനെ ഇവർ മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ഒരു തെളിവ് പുറത്തു വരികയുള്ളൂ. അതുവരെയുള്ള ചോദ്യം ചെയ്യൽ ചിറ്റാർ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും നടക്കുകയാണ്. ഇവർ ഇന്നലെ രാത്രിയിലാണ് ഈ പ്രതികളെ കോന്നി ചെങ്ങറയ്ക്കടുത്ത് വെച്ച് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയെടുക്കുകയും പിന്നീട് ഇവരെ കോന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വൈദ്യപരിശോധനയ്ക്ക് നടത്തിയ ശേഷം വീണ്ടും പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയാണ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെന്നും നിർണായകമായ മൊഴി ലഭിക്കും എന്നുള്ളതാണ് പോലീസിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഈ കേസിൽ നിലവിൽ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അത്തരത്തിൽ സംശയിക്കുന്നുണ്ട്. കാരണം ഇവര് 3 പേരല്ലാതെ ആരെങ്കിലും സംഘം ചേർന്ന് ഈ സന്ദീപിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന് വേണ്ട തെളിവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ തെളിവ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടിയാണ് വരേണ്ടത്. അത് കിട്ടിയെങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ മർദ്ദനത്തിലാണ് സന്ദീപ് മരിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതുവരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്, അവരിൽ നിന്ന് മൊഴികൾ ശേഖരിക്കുകയാണ്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സന്ദീപും ഈ യുവതി വിവാഹിതയാണ്, 2 കുട്ടികളുമുണ്ട്. ആ വിവാഹിതയായ യുവതിയുമായി സന്ദീപിന് അടുപ്പമുണ്ട്. അത് വീട്ടുകാർക്കറിയാം. നേരത്തെ പലതരത്തിലുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി വീട്ടുകാർക്കറിയാം. ഇന്നലെ വൈകിട്ടാണ് സന്ദീപ് ഇത് സംബന്ധിച്ച് ഈ യുവതിയുടെ വീട്ടിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. 7 മണിയോട് കൂടിയാണ് പോകുന്നത്. അതിനുശേഷം 9 മണിയോട് കൂടിയാണ് സന്ദീപിനെ അവശ നിലയിൽ ഈ വീടിന് സമീപത്തുള്ള കുഴിയിൽ കണ്ടെത്തുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നെങ്കിലും സന്ദീപിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സന്ദീപിൽ നിന്നും ഒരു വിവരവും ഈ ബന്ധുക്കൾക്കോ പോലീസിനോ ലഭിച്ചിട്ടില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സന്ദീപിന്റെ ദേഹത്ത് വയറിലും നെറ്റിയിലും ഒക്കെ ചില പരിക്കുകളുണ്ട്. ഇതൊക്കെ ഇനി മർദ്ദനത്തിന്റെ പാടുകളാണ്. ഇത് സന്ദീപിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് കൃത്യമായി ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പ്രതികളുടെ അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസ് ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്തിരുന്നത്. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും
ഈ ചിറ്റാർ സ്വദേശിയായിട്ടുള്ള സന്ദീപിൻ്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. നിലവിൽ പെൺസുഹൃത്തിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 3 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.